Good morning. നിങ്ങൾക്ക് ഓഡിയബിൾ ആണോ? ഓക്കെ സർ. കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും മാത്ബി ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ജോയിൻ ചെയ്തവർക്ക് അറിയാം അല്ലെ, മാത്ബി കേരള PSCയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ പുതിയൊരു കോഴ്സ് ആരംഭിക്കുകയാണ്. അതിനു മുന്നോടിയായിട്ട് സിലബസ് ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഈ ഒരു ക്ലാസ് നൽകുന്നത്. സോ ജസ്റ്റ് എക്കണോമിക്സിന്റെ അണ്ടറിൽ വരുന്ന പോർഷൻസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് എന്ന് മാത്രം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അല്ല. നമ്മൾ ജസ്റ്റ് സിലബസ് എന്താണ്, അല്ലെങ്കിൽ സിലബസിൽ എക്കണോമിക്സിന്റെ പോർഷൻസിൽ ഏതൊക്കെ വരുന്നുണ്ട്, അതുമായി റിലേറ്റ് ചെയ്ത PYQs ഏതൊക്കെയാണ് എന്ന് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എക്കണോമിക്സിൽ നിന്ന് ചോദിക്കുന്നത്. പ്രീവിയസ് ഇയറിലും 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓഡിയബിൾ ആണല്ലോ അല്ലേ? ചെറിയൊരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. നമ്മുടെ റിസർച്ച് അസിസ്റ്റന്റിന്റെ റിസർച്ച് ഓഫീസറുടെ ബാച്ചിലുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് സിലബസിലേക്ക് പോവാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക് തിയറി ആൻഡ് ആപ്ലിക്കേഷൻസ് ആണ്. മൈക്രോ എക്കണോമിക്സ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾ വന്നിട്ട്. സോ ഇതിൽ എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സുകാരുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, എന്നാൽ എക്കണോമിക്സ് അല്ലാത്ത ആളുകളും ഇവിടെ ഉണ്ടാകുമായിരിക്കും. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് that studies how individuals, households and make decision using their limited resources എന്നുള്ളതാണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് ഫേം എങ്ങനെയാണ് ചോയ്സ് എടുക്കുന്നത്, ആൻഡ് ഹൗ ദീസ് ചോയ്സസ് അഫക്ട് സപ്ലൈ, ഡിമാൻഡ് ആൻഡ് പ്രൈസ് എന്നതാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് പഠിക്കുന്നത്. അതായത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഉള്ളത്. ഈ ഒരു മൈക്രോ എക്കണോമിക്സിന്റെ പോർഷനിൽ വരുന്നത് കൺസ്യൂമർ ബിഹേവിയർ തിയറീസ്, അതുപോലെ ഡിമാൻഡ് അനാലിസിസ്, പ്രൈസ്, ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, അതുപോലെ നമ്മുടെ റീസെന്റ് ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിക് അപ്രോച്ച്, ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽസ് തുടങ്ങിയവയാണ് ഇവിടെ വരുന്നത്. കൺസ്യൂമർ ബിഹേവിയർ തിയറിയിൽ വരുന്നത് അതുപോലെ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ തിയറീസ്, അതുപോലെ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒലിഗോപ്പൊളി, അങ്ങനെ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഓരോ മാർക്കറ്റിലും പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ തിയറീസ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് മൈക്രോ എക്കണോമിക്സിന്റെ പോർഷൻ എന്ന് പറയുന്നത്. കൺസ്യൂമർ ബിഹേവിയർ തിയറീസ്, കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ തിയറീസ്, മാർക്കറ്റ് സ്ട്രക്ചറുകൾ, ഡിസ്ട്രിബ്യൂഷൻ തിയറീസ് എന്നൊക്കെയാണ് മൈക്രോ എക്കണോമിക്സിൽ വരുന്നത്. സോ ഇതുമായി റിലേറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് വന്നിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ
ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഈക്വൽ ടു അല്ലെ. CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. CD പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. CD പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞു ഓൾറെഡി, സിലബസ് എന്താണ്, ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നമ്മൾ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഓരോ കോൺസെപ്റ്റുകളും എടുത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആൻസർ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. CD പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1 ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആപ്പിൽ എന്തായാലും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാം. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വന്നിട്ട് ഫസ്റ്റ് മൊഡ്യൂളുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CD പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നതും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം തന്നെയാണ്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച്, ഇൻഫ്ലക്ഷൻ പോയിന്റിനെ കുറിച്ച് ആണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത് അല്ലെ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഈസ് ദ പോയിന്റ്, ഏത് പോയിന്റ് ആണ്? അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് the marginal product is at its maximum ആകുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് മാർജിനൽ പ്രോഡക്റ്റ് ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം. എന്താണ് മാർജിനൽ പ്രോഡക്റ്റ്, എന്താണ് ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്നൊക്കെ നമുക്ക് പഠിക്കാം. സോ ഇതും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. ജസ്റ്റ് സിലബസ്, ആ സിലബസിൽ നിന്ന് 4 മാർക്കിന്റെ ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു. കൃത്യം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെ അവിടെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഗുഡ്സുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് അല്ലെ. 2 ഗുഡ്സുകൾ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആണെങ്കിൽ അതിന്റെ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഒരു അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് അല്ലെ. 2 ഗുഡ്സ് ആർ പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ്, അതിന്റെ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നുള്ളതാണ്. റൈറ്റ് ആംഗിൾ ആണോ, പാരബോളിക് ആണോ, സ്ട്രേറ്റ് ലൈൻ ആണോ, അതോ റെക്ടാംഗുലർ ഹൈപ്പർബോളാസ് ആണോ എന്നുള്ളത്. ഞാൻ ഓൾറെഡി പറയാണ്, നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ആറോന്റെ ക്ലാസ്സിൽ ഇരുന്നവർക്ക് അറിയാം, നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് എങ്കിൽ എന്തുകൊണ്ട് അത് കറക്റ്റ് ആയി എന്നുള്ളതും ബാക്കി 3 ഓപ്ഷൻ എന്തുകൊണ്ട് തെറ്റാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാറുണ്ട്. പക്ഷെ ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇത് കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത് തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ഓരോ ഓപ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്ത് പോവാറുണ്ട്. അപ്പൊ ഇവിടെ വരുന്നത് എക്കണോമിക്സ് അല്ലാത്ത ആളുകൾക്ക് എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഓരോ കോൺസെപ്റ്റും എടുക്കുമ്പോഴും ബേസ് മുതൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. സോ ഇവിടെ റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ എൽ ഷേപ്ഡ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. റൈറ്റ് ആംഗിൾ ഓർ എൽ ഷേപ്ഡ് ഏതായാലും കറക്റ്റ് ആണ്. റൈറ്റ് ആംഗിൾ ഓർ എൽ ഷേപ്ഡ് എന്നുള്ളതായിരിക്കും. ഗുഡ്സ് പെർഫെക്റ്റ് കോംപ്ലിമെന്റ്സ് ആണെങ്കിൽ അതിന്റെ ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അല്ല ഫസ്റ്റ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന നാലാമത്തെ മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഗിഫൺ ഗുഡിനെ സംബന്ധിച്ച്. ഗിഫൺ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫീരിയർ ഗുഡ് ആണ്. അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന ഗുഡിനെയാണ് നമ്മൾ ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും റിലേറ്റഡ് ആയിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഫോർ എ ഗിഫൺ ഗുഡ്, negative substitution effect outweigh positive income effect, or positive income effect outweigh negative substitution effect. Negative income effect outweighs positive substitution effect, or positive substitution effect outweighs negative income effect. ഒരു ഗിഫൺ ഗുഡിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഏതാണ് എന്നാണ്. ഫോർ എ ഗിഫൺ ഗുഡ്, നെഗറ്റീവ് ഇൻകം എഫക്റ്റ് outweighs പോസിറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് മൊഡ്യൂളിൽ 4 മാർക്കിന്റെ ചോദ്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് അതുമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. ജസ്റ്റ് നിങ്ങൾ ആ സിലബസിന്റെ ഒപ്പം തന്നെ ആ ക്വസ്റ്റ്യൻസ് കൂടി കണ്ട് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ. നെക്സ്റ്റ് മൊഡ്യൂൾ വന്നിട്ട് മാക്രോ എക്കണോമിക്സ് ആണ്. നമ്മൾ പറഞ്ഞു മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ
നമ്മൾ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പം അഗ്രിഗേറ്റ്സിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഇവിടെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് കേട്ടോ. മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറ്റിയാണ് പഠിക്കുന്നതെങ്കിൽ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ നാഷണൽ ഇൻകം, എംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ തുടങ്ങി അഗ്രിഗേറ്റ് ഇക്കോണമീനെ മൊത്തത്തിലാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത്. സോ മാക്രോ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ മേജറായിട്ട് നമുക്ക് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്സ് പഠിക്കാനുണ്ട്. അല്ല ISLM, ഓപ്പൺ എക്കോണമി മോഡല്, മുണ്ടൽ ഫ്ലെമിംഗ് ഓപ്പൺ എക്കോണമി മോഡല്, കൺസംഷൻ തിയറീസ് പഠിക്കാനുണ്ട്. അബ്സല്യൂട്ട് ഇൻകം തിയറി, റിലേറ്റീവ് ഇൻകം തിയറി, പെർമനന്റ് ഇൻകം തിയറി ഓഫ് കൺസംഷൻ, ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് തിയറീസ്, ബിസിനസ് സൈക്കിള്, അതുപോലെ ഇൻഫ്ലേഷൻ, ഫിലിപ്സ് കർവ്, മാക്രോ എക്കണോമിക്സ് റൂൾസ് ആൻഡ് പോളിസീസ് ലേക്ക് വരുമ്പോൾ മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, ഇങ്ങനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് മാക്രോ എക്കണോമിക്സിലും ഉണ്ട്. ക്ലാസിക്കൽ, കെയ്നീഷ്യൻ, മോണിറ്റാറിസ്റ്റ് അപ്രോച്ചുകൾ, ന്യൂ ക്ലാസിക്കൽ അപ്രോച്ചുകൾ, സപ്ലൈ സൈഡ് അപ്രോച്ച് തുടങ്ങി ഒരു നീണ്ട നിര തന്നെ നമുക്ക് മാക്രോയിലും പഠിക്കാനുണ്ട്. ഇവിടെയും 4 മാർക്ക് തന്നെയാണ്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. 4 മാർക്കിന്റെ ഒരു സിലബസ് ആണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും നമുക്ക് 5 മൊഡ്യൂൾസ് ഉണ്ട്. 5 മൊഡ്യൂൾസിനും ഈക്വൽ വെയിറ്റേജ് ആണ് ഉള്ളത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് 5 മൊഡ്യൂൾസിനുമായിട്ട് ചോദിക്കുന്നത്. സോ മാക്രോയിൽ വരുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയറിൽ 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വന്നിട്ട് the optimal capital stock is achieved when the user cost of capital is equal to. എപ്പോഴാണ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്റ്റോക്ക് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തിന് തുല്യമാകുമ്പോഴാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ദ ഇൻട്രസ്റ്റ് റേറ്റ്, ഓപ്ഷൻ ബി ദ ഡിപ്രീസിയേഷൻ റേറ്റ്, ഓപ്ഷൻ സി ടോബിൻസ് ക്യൂബ് ആൻഡ് ഓപ്ഷൻ ഡി the marginal product of capital. അല്ലേ, ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് കേട്ടോ. ഒപ്റ്റിമം ക്യാപിറ്റൽ സ്റ്റോക്ക് അച്ചീവ് ചെയ്യുന്നത് മാർജിനൽ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റലും ഈക്വൽ ആവുമ്പോഴാണ്. അല്ലെ, ഫിലിപ്സ് കർവുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് മാക്രോയില് ചോദിച്ചിട്ടുള്ള. നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. നൈറോ മീൻസ് ഓർ നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എന്താണ് എന്നുള്ള ചോദ്യമാണ്. ഇവിടേക്ക് നിങ്ങൾ ജസ്റ്റ് ആശയം എന്താണ് അല്ലെ കോൺസെപ്റ്റ് എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. എല്ലാം അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമല്ല. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ആശയം എന്ന് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എന്താണ് നൈറോ എന്നുള്ളതാണ് ചോദ്യം. റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ which makes the rate of unemployment zero, or the rate of unemployment for which change in the rate of inflation is zero, or the rate of inflation for which the change in the rate of unemployment is zero, or the rate of unemployment which is equal to the rate of inflation. എന്താണ് നൈറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൈറു or non-accelerating inflation rate of unemployment is the rate of unemployment for which the change in the rate of inflation is zero. The rate of unemployment for which the rate of change in rate of inflation is zero എന്ന് പറയുന്നതാണ് നൈറു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഈ ക്വസ്റ്റ്യൻസിന്. കാരണം എക്കണോമിക്സ് അറിയാത്ത ആളുകൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങൾക്ക് അറിയോ എന്നുള്ള രീതിയിൽ ചോദിക്കാത്തത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ പരിചയപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ്സിൽ ഇരുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രീവിയസ് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാവുന്നതാണ്. Another question വന്നിട്ട് which among the following is not correctly matched? തന്നിരിക്കുന്ന വേയിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് റോബർട്ട് ലൂക്കാസ്, അതായത്
ഒരു ബ്രാഞ്ചും അതിന്റെ അസോസിയേറ്റഡ് എക്കണോമിക്സിന്റെ പേരും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എക്കണോമിക്സിന്റെ പേരും തന്നിട്ടുണ്ട്. ഇതിലൊന്ന് കറക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. അത് ഏതാണ് എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് ആർക്കെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഇന്ററാക്റ്റീവ് ആക്കാം. ആർക്കെങ്കിലും 7th ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ? വിച്ച് among the following is not correctly matched? എക്കണോമിക്സ് ആരുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം, അറിയുന്നവർക്ക് ശ്രമിച്ചു നോക്കാം. സെവന്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ, ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? New Classical Economics, Robert Lucas. Multiple Effect of Balanced Budget, T.H. Havelmo. New Keynesian Economics, Paul Romer. Permanent Income Hypothesis, Milton Friedman. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ തന്നെ പറഞ്ഞു പോട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യായിരുന്നെങ്കിൽ നന്നായിരുന്നു. റിപ്ലൈ ഒന്നും ഇല്ല. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾ പോൾ ചെയ്യുന്നോ? ഞാനൊരു പോൾ ഇട്ടാ നിങ്ങൾ ചെയ്യോ? ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുന്നോ? ഒന്ന് പോൾ ചെയ്ത് നോക്കാം. ഒരു പോൾ ഇട്ടാട്ടോ. ഒരു 15 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങളൊന്ന് പറ്റുന്നവരൊന്ന് വെറുതെ ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, കുറെ ആൾക്കാർ ശരിയാക്കിയിട്ടുണ്ട്. ഇതില് ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് റോബർട്ട് ലൂക്കാസ് തന്നെയാണ്. 1970-കളിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്, റോബർട്ട് ലൂക്കാസ് തന്നെയാണ്. അതുപോലെ നമ്മുടെ ബാലൻസ്ഡ് ബഡ്ജറ്റ്, മൾട്ടിപ്പിൾ എഫക്ട് ഓഫ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാൾ ഹാവൽമോ ആണ്. ഇറ്റ്സ് ഓൾസോ കറക്റ്റ്. എന്നാൽ ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സിൽ പ്രധാനികൾ എന്ന് പറയുന്നത് ജോർജ് ഗ്രിഗറി മാൻഗ്യൂ, അതുപോലെ ഡേവിഡ് റോമർ, സ്റ്റാൻലി ഫിഷർ തുടങ്ങിയവരാണ്. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തീസിസ് ഫോർമുലേറ്റ് ചെയ്ത ആള് മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ്. സോ ഇവിടെ ഇൻകറക്ട്ലി മാച്ച്ഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ബാക്കിയൊക്കെ ശരിയാണ്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എക്കണോമിസ്റ്റുകൾ തന്നെയാണ് തന്നിട്ടുള്ളത്. സോ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്നുള്ളതാണ്. ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സ് പോൾ റോമർ എന്നുള്ളതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാക്രോ എന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഗ്യാപ് ബിറ്റ്വീൻ ആക്ച്വൽ GNP ആൻഡ് ഇറ്റ്സ് ട്രെൻഡ് and the difference between actual unemployment rate and its equilibrium value is called. A great supply curve ആണോ, Okun's law ആണോ, natural rate of unemployment ആണോ, Phillips curve ആണോ? ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഗ്യാപ് ബിറ്റ്വീൻ ആക്ച്വൽ GNP ആൻഡ് ഇറ്റ്സ് ട്രെൻഡ്. Okun's law ആണ് കേട്ടോ. Okun's law ആണ്. The empirically observed negative correlation between GNP growth and unemployment is called Okun's law. Answer B ആണ് കേട്ടോ.
8th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് മാക്രോ പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, ജസ്റ്റ് നമ്മൾ ആശയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഇവിടെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. തേർഡ് മൊഡ്യൂൾ വന്നിട്ട് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസ് ആണ്. നമ്മുടെ ഒരു സ്റ്റാറ്റിക് പോർഷൻ ആണ് വരുന്നത്. ബേസിക് ടൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് സെൻട്രഡ് മെഷേഴ്സ് ഓഫ് സെൻട്രഡ് ടെൻഡൻസി, മീന്, മീഡിയൻ, മോഡ്, അതുപോലെ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, സ്ക്യൂനെസ്, കുർട്ടോസിസ്, കോറിലേഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി, അതുപോലെ മെട്രിക്സ് അല്ല, പിന്നെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ തുടങ്ങിയവയാണ് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നമ്മൾ വരുന്നത് അല്ലെ. ഇവിടെയും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈക്വൽ വെയിറ്റേജ് ആണ് ഓരോ മൊഡ്യൂളും കൊടുക്കുന്നത്. സ്റ്റാറ്റി പഠിച്ചവരും എക്കണോമിക്സ് പഠിച്ചവരും ഒക്കെ ഈ ഒരു മൊഡ്യൂൾ അറിയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ്. ലീനിയർ പ്രോഗ്രാമിംഗ് വരുന്നുണ്ട്, ഡുവാലിറ്റി, കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ്, സർപ്ലസ്, ചിലതൊക്കെ നമ്മുടെ ആർഒന്റെ സിലബസിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ കമ്പൈൻഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്ന് മാത്രം. ഇവിടെയും നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ മാത്രമാണ് കേട്ടോ, നിങ്ങൾ എന്തായാലും സിലബസ് കണ്ടിട്ടുണ്ടാവും അറിയാം, പക്ഷെ നിങ്ങൾ അധികം ആരും എന്തില്ല സിലബസും ക്വസ്റ്റ്യനും എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നില്ല. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആകുന്നതാണ് കരുതുന്നത്. ഓരോ ഇപ്പൊ കൊമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെയാണ് സിലബസ്, അതിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അല്ലെ മാത്സിന്റെ സിലബസ് ഇതാണ്, മാത്സ് എന്ന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഫെമിലിയർ ആക്കി തരാൻ പറ്റുമെന്ന് കരുതുന്നു. ആ ഒരു രീതിയിൽ മാത്രമാണ് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു സ്പീഡിൽ പോകുന്നത് കണ്ടിട്ടൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു തേർഡ് മൊഡ്യൂളുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇഫ് ദ മീൻ ആൻഡ് വാരിയൻസ് ഓഫ് എ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് 8 ആൻഡ് 0.25 ദ കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ വിൽ ബി. അല്ലെ, നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയെങ്കിൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലെ. മീന് തന്നിട്ടുണ്ട്, മീൻ എത്രയാണ് 8 ആണ്, അതുപോലെ വാരിയൻസും തന്നിട്ടുണ്ട് 0.25 ആണ്. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. മീൻ എത്രയാണ് 8 ആണ്, വാരിയൻസ് 0.25 ആണ്, കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ കാണാനാണ് ചോദ്യം. സോ ഇവിടെ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ കാണാനുള്ള ഫോർമുല അറിയണം അല്ലെ. കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CV ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബാർ എന്ന് ഡിനോട്ട് ചെയ്യും, എല്ലാവർക്കും അറിയാം, ഇൻറ്റു 100 എന്നുള്ളതാണ് ഫോർമുല. ഞാനിവിടെ ഇത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഒരു ഫോർമുല ഒന്ന് പറഞ്ഞെന്ന് മാത്രം. കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ കാണണമെങ്കിൽ എന്തറിയണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയണം, വാരിയൻസ് അറിയണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയണം, മീൻ അറിയണം, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ കിട്ടും. ഇവിടെ നമുക്ക് മീന് തന്നിട്ടുണ്ട്, എക്സ് ബാർ തന്നിട്ടുണ്ട്, എന്നാൽ വാരിയൻസ് തന്നിട്ടില്ല. വാരിയൻസ് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി വാരിയൻസ്. വാരിയൻസിന്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. അങ്ങനെ അതുവഴി നമുക്ക് ഇതിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഫോർമുല ഞാൻ തന്നിട്ടുണ്ട്. കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ഇവിടെ തന്നിട്ടില്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി വാരിയൻസ് ആണ്. യെസ്, ആൻസർ ഡി ആണ് നമുക്ക് കിട്ടുക കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അതിനാ ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് സോർട്ട് ചെയ്ത് നോക്കുക. നമുക്ക് ആൻസർ ഡി കിട്ടും. 6.25% എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. യെസ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്
വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ടേം ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി? എന്താണ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്നുള്ളതാണ് ചോദ്യം. തേർഡ് മൊഡ്യൂളിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ടേം ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി? അല്ലെ, ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്താണ്? ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി മീൻസ് the variance of errors in a regression model is not constant across observations. Error variance may increase or decrease as the value of the independent variable change. അതിനെയാണ് നമ്മൾ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. എറർ ടേമിന്റെ വാരിയൻസ് എന്ന് പറയുന്നത് is not constant എന്നുള്ളതാണ്. The variance of error term is not constant. So answer A ആണ് വരും. ഓപ്ഷൻ A ആണ്. The variance of the error term is not constant എന്നുള്ളതാണ് ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതുപോലെ നമുക്ക് ഫോർമുല അറിയെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗിവൺ ദി അരിത്തമാറ്റിക് മീൻ. അരിത്തമാറ്റിക് മീൻ തന്നിട്ടുണ്ട് 45 ആണ്. മോഡ് തന്നിട്ടുണ്ട് 48 ആണ്. അങ്ങനെയാണെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ നമ്മളെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യമാണിത് അല്ലെ. മീൻ തന്നിട്ടുണ്ട്, മോഡ് തന്നിട്ടുണ്ട്, മീഡിയൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ചില ആളുകളെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലെ, എല്ലാവരും കേട്ടിട്ടുണ്ടെന്നില്ല, ചില ആളുകൾക്കെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുല അറിയായിരിക്കും അല്ലെ. മീൻ മൈനസ് മോഡ് ഈസ് ഈക്വൽ ടു 3 മീൻ മൈനസ് 3 ഓഫ് മീൻ മൈനസ് മീഡിയൻ എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. മീൻ മൈനസ് മോഡ് ഈസ് ഈക്വൽ ടു 3 ഓഫ് മീൻ മൈനസ് മീഡിയൻ. സോ ഇവിടെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട്, നോൺ വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് മീഡിയൻ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. മീന് തന്നിട്ടുണ്ട്, മോഡ് തന്നിട്ടുണ്ട്. സോ മീഡിയൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് ചെയ്തു നോക്കുക എന്തായിരിക്കും എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഞാൻ പോൾ ചെയ്യാം. ആരെങ്കിലും ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ആൻസർ ചെയ്യാൻ നോക്കുക. ഞാൻ പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഈ ഒരു ഇക്വേഷനിലേക്ക്, നിങ്ങൾക്ക് ഇക്വേഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നിങ്ങൾ അതിലേക്കൊന്ന് ചെയ്യുക, എന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, കമന്റ് ചെയ്യുന്നുണ്ട് ആളുകൾ. വെറുതെ ഒന്ന് ചെയ്യുമ്പോൾ നിങ്ങളൂടി ഇതിനോട്, നമ്മൾ ഇപ്പൊ കുറച്ച് മുന്നേ പഠിച്ചു കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഇന്ന് എല്ലാ പോർഷനും വിട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മളിതൊന്ന് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ ഇതിലേക്കൊന്ന് എൻഗേജ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ ഒന്ന് ഓർത്തെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പറ്റിയാലും പ്രശ്നമില്ല, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ചെയ്തു നോക്കിയാൽ കിട്ടും. ഈ ഒരു ഇക്വേഷനിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ മതി. 46 ബി ആണ് മീഡിയൻ എന്ന് പറയുന്നത് കേട്ടോ. അല്ലെ, അനോവ ഈസ് ക്യാരിഡ്. അനദർ ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു അനോവ. അനോവ അനാലിസിസ് ഓഫ് വാരിയൻസ് ആണ്. ഈസ് ക്യാരിഡ് ഔട്ട് ബൈ യൂസിങ് വിച്ച് ടെസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. അനോവ ഈസ് യൂസ്ഡ് ഓർ ക്യാരിഡ് ഔട്ട് ബൈ യൂസിങ് ദ എഫ് ടെസ്റ്റ്. എഫ് ടെസ്റ്റ് ആണ് അനോവയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്. എഫ് ടെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ variances or difference between groups.
സോ തേർഡ് മൊഡ്യൂളുമായി വന്നിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആണിത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയില്ല, ചെറിയ മാത്സ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. നെക്സ്റ്റ് ഫോർത്ത് മൊഡ്യൂൾ ആണ്. ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് അല്ലെ. നമ്മൾ ഡെവലപ്മെന്റും പബ്ലിക് ഫൈനാൻസും ഇന്റർനാഷണൽ ട്രേഡും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ്, ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ലോറൻസ് കർവ്, ഗിനി കോഎഫിഷ്യന്റ്, അല്ലെ എക്കണോമിക് ഗ്രോത്ത് തിയറീസ്, ക്ലാസിക്കൽ തിയറീസ്, ന്യൂ ക്ലാസിക്കൽ തിയറീസ് തുടങ്ങി ഗ്രോത്ത് തിയറീസ് ഇവിടെയുണ്ട്. ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി, അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറി, ഹാരഡോമർ മോഡല്, സോളോ മോഡല്, എക്സോജീനിയസ് മോഡല്, എൻഡോജീനിയസ് മോഡല് തുടങ്ങി ഗ്രോത്ത് മോഡലുകൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ്, അബ്സലൂട്ട് ആഡം സ്മിത്തിന്റെ അബ്സലൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി, HO തിയറി, ബാലൻസ് ഓഫ് പേയ്മെന്റ് തുടങ്ങി 3 മൊഡ്യൂളുകളുടെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഒറ്റ മൊഡ്യൂളാണ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ്, ഇന്റർനാഷണൽ ട്രേഡ്, പബ്ലിക് ഫൈനാൻസും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. പക്ഷേ ഈ ഒരു മൊഡ്യൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് തിയറീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തിയറീസ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ചോദിക്കാൻ പറ്റൂ. അത് ഓൾറെഡി ഉള്ള തിയറീസ് ആണ്. ഇവിടെ മൊത്തം വരുന്നത് തിയറീസ് ആണ്. സോ അപ്പൊ നമ്മൾ ആ തിയറി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ചോദ്യം ചോദിച്ചാലും അതിന് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇവിടെ ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ എക്കോണമി ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ നിന്നും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു തിയറി പഠിച്ചു കഴിഞ്ഞാൽ ആ തിയറിയുടെ ഉള്ളിൽ നിന്നുള്ള ചോദ്യം മാത്രമേ ഉണ്ടാവോ. സോ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു മൊഡ്യൂളാണിത്. ഈസി ആയിട്ട് പഠിക്കാനും പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോളോ ഗ്രോത്ത് മോഡലാണ്. ഗ്രോത്ത് തിയറിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇൻ സോളോസ് ഗ്രോത്ത് മോഡൽ ദ ഔട്ട്പുട്ട് പെർ ക്യാപിറ്റ ഈസ് എ ഫംഗ്ഷൻ ഓഫ്. സോളോസ് ഗ്രോത്ത് മോഡലിൽ ഔട്ട്പുട്ട് പെർ ക്യാപിറ്റ എന്ന് പറയുന്നത്, സോളോ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് ഒരു നിയോ ക്ലാസിക്കൽ ലോങ് റൺ എക്കണോമിക് ഗ്രോത്ത് മോഡലാണ്. ഇവിടെ ഔട്ട്പുട്ട് പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ ലേബർ റേഷ്യോ ആണ് കേട്ടോ. ക്യാപിറ്റൽ ലേബർ റേഷ്യോ ആണ്. സോളോയുടെ ഗ്രോത്ത് മോഡലിൽ ഔട്ട്പുട്ട് പെർ ക്യാപിറ്റ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ ലേബർ റേഷ്യോ. അതുപോലെ അബ്സോർപ്ഷൻ അപ്രോച്ച്, POPയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യമാണ് അബ്സോർപ്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ അപ്രോച്ച് ടു ബാലൻസ് ഓഫ് പേയ്മെന്റ് വാസ് ഫോർമുലേറ്റഡ് ബൈ അതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എക്കണോമിസ്റ്റ് സിഡ്നി അലക്സാണ്ടർ ആണ്. The absorption approach of analyzing balance of payment was formulated by Sidney Alexander. ഇതുപോലുള്ള ചോദ്യം തന്നെ ആയിരിക്കട്ടെ ഈ ഒരു ഏരിയ കൂടുതലായിട്ട് ചോദിക്കുക. അങ്ങനെ നമ്മുടെ ആറോന്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ടോപ്പിക്കാണ് എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഒരുപാട് തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ദ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ ഓഫ് ടാക്സേഷൻ, ഇതൊന്ന് നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കട്ടോ. ദ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ ഓഫ് ടാക്സേഷൻ ഈസ് ലോജിക്കലി കൺസിസ്റ്റന്റ് ഓർ ലോജിക്കലി മോസ്റ്റ് കൺസിസ്റ്റന്റ് വിത്ത് ദി നോർമേറ്റീവ് നോഷൻ ഓഫ് ടാക്സ് ന്യൂട്രാലിറ്റി ആണോ, വെർട്ടിക്കൽ ഇക്വിറ്റി ആണോ, അതോ വാല്യൂ ആഡഡ് ടാക്സേഷൻ ആണോ, ഹൊറിസോണ്ടൽ ഇക്വിറ്റി ആണോ എന്നുള്ളതാണ്. എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ എന്താണ്? എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ടാക്സ് പേ ചെയ്യാനുള്ള അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചാണ് എന്ന് പറയുന്ന ഒരു തിയറി അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ആണ് എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ദോസ് വിത്ത് ഹയർ ഇൻകം ഷുഡ് പേ ഹയർ ടാക്സ് ദാൻ ദോസ് ഹു ഏൺ ലെസ് എന്ന് പറയുന്ന ഒരു തിയറി അല്ലെ. റിച്ച് ആണെങ്കിൽ അയാൾ ഹയർ ടാക്സ് കൊടുക്കണം, എന്നാൽ പുവർ ആണെങ്കിൽ അയാളുടെ ഇൻകത്തിനനുസരിച്ച് ടാക്സ് പേ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണിത്. ഈ ഒരു കോൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോഷൻ ഏതാണ് എന്നുള്ളതാണ്. ടാക്സ് ന്യൂട്രാലിറ്റി ആണോ, വെർട്ടിക്കൽ ഇക്വിറ്റി ആണോ, വാല്യൂ ആഡഡ് ടാക്സേഷൻ ആണോ, അഥവാ ഹൊറിസോണ്ടൽ ഇക്വിറ്റി ആണോ? യെസ്, ആൻസർ ഏതാണ്? വെർട്ടിക്കൽ ഇക്വിറ്റി ആണല്ലേ. നമുക്കിവിടെ
വേർട്ടിക്കൽ ഇക്വിറ്റി ആണ്. വേർട്ടിക്കൽ എന്ന് പറയുമ്പോൾ അതായത് റിച്ച്, മുകളിലുള്ള അല്ലെങ്കിൽ മേലെ തട്ടിലുള്ളവര്, ഹയർ ഇൻകം ഉള്ളവര് ഹയർ ടാക്സ് കൊടുക്കുക, എന്നാൽ താഴെ തട്ടിലുള്ളവര്, ലോവർ ഇൻകം ഉള്ളവര് ലോ ടാക്സ് കൊടുക്കുക. അങ്ങനെ ആ ഒരു നോഷനുമാണ് എവിടെ വരുന്നത്, എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ ഓഫ് ടാക്സേഷനിൽ വരുന്നത്. സോ ആൻസർ ഏതാണ്, വേർട്ടിക്കൽ ഇക്വിറ്റി എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇസ് റിലേറ്റഡ് ടു ബിഗ് പുഷ് തിയറി ആണ്. ബിഗ് പുഷ് തിയറി എന്ന് പറയുന്നത് ഇസ് എ ബാലൻസ്ഡ് ഗ്രോത്ത് തിയറി ആണ്. ഇസ് ഡെവലപ്ഡ് ബൈ പോൾ ആൻഡ് റോസസ്റ്റീൻ റൊഡാൻ ആണ്. And is based upon the idea of external economies. External economies എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിന്നാണ് ബിഗ് പുഷ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. So the basic rationale or the idea behind the big push theory is external economies ആണ്. 4 ക്വസ്റ്റ്യൻ തന്നെ അവിടെയും ചോദിച്ചിട്ടുണ്ട്, 4 മാർക്കിന്റെ ചോദ്യം തന്നെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ മൊഡ്യൂള് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള എന്നുള്ളതാണ്. പതിനാറാമത്തെ ആൻസർ സി ആണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ കമന്റ്സ് കാണുന്നില്ല. ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഡൗട്ട് ഉണ്ടാവാൻ നിങ്ങൾക്ക് എനിക്കറിയാം കുറെ ആളുകൾ, എക്കണോമിക്സ് അല്ലാത്ത ആളുകൾക്കൊന്നും ഈ ആശയങ്ങളോ ഇതൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. എന്താണ് ബിഗ് പുഷ് തിയറി എന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. സോ ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരിക്കും കേട്ടോ. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി നമുക്ക് പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. കാരണം ഇവിടുന്ന് എവിടെ വേണമെങ്കിൽ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അതായത് ഇന്ത്യൻ എക്കോണമിയും കേരള എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് അല്ലെ. അത് ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒരു എക്കോണമി എങ്ങനെയാണ് അല്ലെ, ഒരു ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് ഇന്ത്യയുടെ GDP ഗ്രോത്ത് എത്രയാണ്, ഓവർ ദി ഡെക്കേഡ്സ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് എന്താണ്, സെക്ടർ വൈസ് കോൺട്രിബ്യൂഷൻ എത്രയാണ് അല്ലെ, 5 ഇയർ പ്ലാന്, ഒബ്ജക്റ്റീവ്സ് ഓഫ് 5 ഇയർ പ്ലാന്, നീതി ആയോഗ് തുടങ്ങിയ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്കുള്ളത്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, അതുപോലെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, എക്കണോമിക് റിഫോംസുകൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. കേരളത്തിന്റെ എക്കോണമിയിലേക്ക് വരുവാണെങ്കിൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, കേരളത്തിൽ വരുന്ന സെക്ടർ വൈസ് സ്ട്രക്ചറൽ ഷിഫ്റ്റ്, അതുപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ബഡ്ജറ്റ് പഠിക്കാനുണ്ട്, എക്കണോമിക് റിവ്യൂ. ഇങ്ങനെ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വരുന്ന ഒരു മൊഡ്യൂളാണ് ഇന്ത്യൻ എക്കോണമി ആൻഡ് കേരള എക്കോണമിന്റെ ഈ ഒരു കമ്പൈൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. സോ ഇവിടെ അതുപോലെ തന്നെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. കുറച്ചുകൂടി പഠിക്കാനുള്ളതും ഉള്ള ഒരു മൊഡ്യൂളാണ് ഇന്ത്യൻ എക്കോണമി ആൻഡ് കേരള എക്കോണമി എന്ന് പറയുന്നത്. കുറച്ചുകൂടി ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളായിരിക്കും ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇവിടെ പക്ഷെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ല. ഇവിടെ നമുക്ക് ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒറ്റ ചോദ്യം മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ജസ്റ്റ് ബുക്ക്, അതായത് പറഞ്ഞത് എവിടെ നിന്നും ചോദിക്കാം എന്നുള്ള ഒരു മൊഡ്യൂളാണ് ഉണ്ട്. അതായത് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഹൂ ഈസ് ദ ഓഥർ ഓഫ് ദി ബുക്ക് ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ചുറി. ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ചുറി എന്ന ബുക്കിന്റെ ഓഥർ ആരാണ് എന്നാണ് ചോദ്യം. ഇവിടെ തോമസ് പിക്കറ്റിയുടെ ഒരു ഫേമസ് ബുക്കാണ് ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ചുറി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ചോദ്യം നമുക്ക് എവിടെ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു മൊഡ്യൂളാണ് കേട്ടോ ഇത്. പക്ഷെ പഠിക്കണ്ട എന്നല്ല, നമ്മൾ പഠിക്കണം. എന്നാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു മൊഡ്യൂളാണ്. ദ ഓഥർ ഓഫ് ദി ബുക്ക് ക്യാപിറ്റൽ ഇൻ ദി 21st സെഞ്ചുറി തോമസ് പിക്കറ്റി ആണ്. അതുപോലെ ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇൻ ദ കറന്റ് അക്കൗണ്ട് ബാലൻസ് ഈസ് ഓൾസോ നോൺ ആസ്. Balance of payment in the current account balance is also known as capital transfer, visible trade balance, gains from trade. None എന്നുള്ളതാണ് ആൻസർ കേട്ടോ. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇൻ ദ കറന്റ് അക്കൗണ്ട് ബാലൻസ് ഈസ് ഓൾസോ നോൺ ആസ്. അതുപോലെ വന്നിട്ടുള്ള ബജറ്റുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യമാണ്
ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് പോകേണ്ടതാണ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് 2022-23 ബജറ്റിൽ ഉണ്ടായിരുന്ന ടാക്സ് പ്രപ്പോസൽ എത്രയാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊരു 3-4 വർഷത്തെ അല്ലെങ്കിൽ ഒരു മിനിമം 3 വർഷത്തെ ഡാറ്റകളെങ്കിലും അങ്ങനെ പഠിച്ചു വെക്കേണ്ടതായിട്ട് വരും. സോ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇവിടെ 22-23 ടാക്സ് പ്രപ്പോസൽ എത്രയാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അതായത് as per the tax proposal of Union Budget 22-23, any income from transfer of any virtual digital asset such as cryptocurrencies shall be taxed at the rate of, ഇവിടെ ആൻസർ വരുന്നത് സി ആണ്. 30% ആണ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഏതാണ് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിച്ചു വെക്കേണ്ട ഒരു മൊഡ്യൂളാണിത്. ഈ 20ാമത്തെ ക്വസ്റ്റ്യൻ അധികം ആൾക്കാർക്കും ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഹു ഇസ് ദ ചെയർമാൻ ഓഫ് ദി 15th ഫിനാൻസ് കമ്മീഷൻ? 15th ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ്. ആരാണ്? വൈദി റെഡ്ഡി ആണോ, ഉർജിത് പട്ടേൽ ആണോ, NK സിംഗ് ആണോ, സി രംഗരാജൻ ആണോ? പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ സെറ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡെമോ ക്ലാസ് പോലെ ചെയ്തത് യൂട്യൂബിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് വേണമെങ്കിൽ ആ വീഡിയോ കണ്ട് നോക്കാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഇവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ വളരെ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെയാണ് നമ്മളിവിടെ ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞു പോവല്ലേ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ആപ്പിൽ എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെറ്റ് ഇൻ എക്കണോമിക്സിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ് കേട്ടോ. ഏതാണ് ഇവിടെ ആൻസർ ചെയ്യുക? NK സിംഗ് ആണ് കേട്ടോ. 15ാം ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് NK സിംഗ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ അധികം ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനൊക്കെ പേര്. ആൻസർ NK സിംഗ് ആണ് കേട്ടോ. സോ ഇത്രയാണ് ഈ 20 ക്വസ്റ്റ്യൻസ്, കൃത്യം 20 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്കണോമിക്സിന്റെ പാർട്ടിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സിലബസ് ഇങ്ങനെ നോക്കാന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ കണ്ടല്ലോ ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളത്. സോ ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. എല്ലാവരും ആപ്പിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാവുന്നതാണ്. ആ ക്ലാസ്സുകളുടെ ഓരോ കണ്ടന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ അതിന്റെ ആ ഒരു PPTയുടെ കൂടെ തന്നെ അല്ലെങ്കിൽ ആ ഒരു PDFന്റെ കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നതായിരിക്കും. സോ എല്ലാവരും ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു ഓൾ. നിങ്ങൾ ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.